ഹായ് ഹലോ, ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇച്ചിരി മീനിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? ഞാനതിന് ചൂരമീനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, എല്ലാവർക്കും അറിയാമല്ലോ മീൻ എങ്ങനെയാണ് കഴുകി എന്നുള്ളത്. അതായത് ഞാൻ കഴുകി ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം അത് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് അത് പിച്ച് ചീന്തിയെടുക്കാൻ ഒന്ന് സ്മാഷ് ചെയ്യാനുള്ളതല്ലേ. അപ്പം അതിൻ്റെ അകത്തിലോട്ട് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടാം. അതിന് ശേഷം ഒരിച്ചിരി മുളക് പൊടി ഇടാം. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. അതിൻ്റെ അകത്തിലോട്ട് ഇച്ചിരി ഗരം മസാല ഇടാം. ഗരം മസാല പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം അറിയാമല്ലോ എല്ലാവർക്കും. അതിൽ ഒരു 1/2 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളേ. 1/2 ടേബിൾ സ്പൂണും അല്ല, 1/2 ടീസ്പൂണാണ് ഇട്ടത്. അതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുറച്ച് ഉപ്പിൻ്റെ കല്ലും കൂടി ഇട്ട്, ഞാൻ ഉപ്പ് കല്ലാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കരിവേപ്പിലയും കൂടെ ചേർത്ത് വേവിക്കാം. അതിലേക്ക് കുടംപുളി കണ്ടോ, ഇതാണ് കുടംപുളി. ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ ഇതും കൂടെ ഇതിൻ്റെ അകത്തിലോട്ടിട്ട് വേവിക്കാൻ പോവാണ്. ഒന്ന് ചെറുതായിട്ട് തള വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ മുകളിൽ കാണുന്നത് അതിൻ്റെ നെയ്യാണേ, മീനിൻ്റെ നെയ്യാണേ. വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ആ വെള്ളമെല്ലാം പറ്റട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് ഞാൻ ഒരു 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തു, ഒരു 3 വെളുത്തുള്ളി എടുത്തു, പച്ചമുളക് എടുത്തു, കുറച്ച് പച്ചമുളക് എടുത്ത് എരിവിനനുസരിച്ച്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കഴുകി നന്നായിട്ട് വേവിച്ച് വെച്ചു. ഇനി ഇത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്യണം. അതേപോലെ സവാള ചെറിയതായിട്ട് കൊത്തി അരിയണം. അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി ചതയ്ക്കണം. പച്ചമുളകും ഞാനങ്ങ് ചെറുതായിട്ട് കീറിയിടാൻ പോവാണേ. നല്ല കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചു. അതിലോട്ട് ഞാൻ ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ചു. അതൊന്ന് ചൂടായിക്കോട്ടെ. പാത്രം ചൂടായി. ഞാൻ അതിലോട്ട് കുറച്ച് പെരുംജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഒന്ന് ചതച്ചതാണേ. ഇത് ഓപ്ഷനാണേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതിയേ. മീനൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില അരിഞ്ഞതിട്ടു. ആ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ഞാനങ്ങ് ചതച്ചേ, അതും കൂടെ അങ്ങ് അതിലേക്ക് അങ്ങിടുവാണ്. ജസ്റ്റ് ഒന്ന് വാടട്ടെ. ഒന്ന് വാടിയതിന് ശേഷം ഒന്ന് പച്ചച്ചുവ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ സവാള കുത്തിയരിഞ്ഞതും കൂടെ ഇതിലേക്ക് അങ്ങിടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പച്ചമുളക് ചെറുതായിട്ട് അരിയാമേ. അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർക്കും. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കത്തില്ല. ഇതൊന്നും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പം അതിൻ്റെ അകത്തിലോട്ട് കുരുമുളക് പൊടിച്ചതുകൂടെ അങ്ങ് ചേർക്കത്തേ ഉള്ളേ. ഇത് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി. ഇനി ഇതിവിടെ കിടന്ന് ആറട്ടെ. ആറിയതിന് ശേഷം ഞാൻ ജസ്റ്റ് അതൊന്ന് ചെറിയ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അതേപോലെ മീനും വെന്ത് കഴിഞ്ഞു. അതും ഞാൻ ആറാൻ വേണ്ടി വെച്ചേക്കാണ്. അത് കൈ കൊണ്ട് പൊടിച്ചാൽ മതി, മീനല്ലേ, അത് മിക്സിക്കകത്തിലൊന്നും ഇടണ്ട. അങ്ങനെ ഞാനെല്ലാം സ്മാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട്, ഒരു ഒരു ഇച്ചിരി വലിപ്പമുള്ള ഒരു പാത്രത്തിലോട്ട് മീൻ വേവിച്ചത് അങ്ങ് ഇടാം. നിങ്ങൾക്ക് ഏത് തരം ദശകട്ടിയുള്ള മീൻ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ ആ പേസ്റ്റാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി, സവാള, പച്ചമുളക്, കരിവേപ്പില അതും കൂടെ അതിൻ്റെ അകത്തിലോട്ടിടും. ഞാൻ ഇത് വഴട്ടുന്നതിൻ്റെ അകത്തിൽ ഉപ്പിട്ടില്ലായിരുന്നേ, കാരണം മീനിൻ്റെ അകത്തിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതായുണ്ട്. ഇതിൻ്റെ അകത്തിലേക്ക് നമ്മൾ വറുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്ത് പൊടിച്ച അല്പം കുരുമുളക് പൊടിയും കൂടി ഇടാം. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മീനിൻ്റെ അകത്തിൽ മാത്രമാണ് ഉപ്പിട്ടത്. ഇതിൻ്റെ അകത്തിൽ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തിൽ ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട്, കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ചേർക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഇതിൻ്റെ അകത്തിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് മല്ലിയില ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇത് ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് നന്നായി സ്മാഷ് ചെയ്യുന്ന സമയത്ത് മുള്ളു വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് കളയണേ. കൈ കിട്ടുന്നെങ്കിൽ നമ്മൾ
ദശകട്ടിയുള്ള മീനാണ് എടുത്തത്. എന്നാലും 1-2 മുള്ളൊക്കെ ഉണ്ട്. അതാ എനിക്ക് മുള്ള് കിട്ടിക്കണ്ട, അതൊക്കെ അങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് ഉപ്പ് ഇതിന് ഞാൻ കുറവായിരുന്നല്ലോ ഇട്ടത്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ എല്ലാം ബോളുകളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. നോക്കി, ചെറിയ ബോൾസാണേ. ഞാനിതെൻ്റെ മോളെ ഏൽപ്പിച്ചത്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് വലുതാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അതെല്ലാം ഉണ്ടാവുന്നത് ചെറിയ ബോളുകളാക്കി എല്ലാം നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുട്ടയുടെ വെള്ളയാണ് എടുത്തത്. അതിൻ്റെ അതിലോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി വെള്ളത്തിലൊന്ന് കലക്കി കട്ടയില്ലാതെ കലക്കി വെച്ചിട്ടുണ്ട്. അതിനി ഈ മുട്ടയുടെ ബാറ്ററിലോട്ട് അങ്ങ് ഒഴിക്കാം നമുക്ക്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. അതേപോലെ ഞാൻ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലാക്കി വെച്ചു. ഇനി ഈ ബാറ്ററി മുക്കി ബ്രെഡ് ക്രംസിൻ്റെ അകത്തിൽ പൊതിഞ്ഞ് നമുക്കത് എടുത്തു വെക്കാം. അതിന് ശേഷം നമുക്കത് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് ഈ ബാറ്ററിലെല്ലാം മുക്കി വെച്ച് തയ്യാറാക്കിയ കട്ട്ലേറ്റ് അതിൻ്റെ അകത്തിലോട്ടിടാം. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്താണെന്നറിയാം? ഒരു സവാളയും തക്കാളിക്കയും പച്ചമുളകും കൂടെ നല്ല സ്ലൈസായിട്ട് തിന്നായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ വിനാഗിരി, ഞാൻ നാരങ്ങയുടെ നീരാണ് ഒഴിക്കുന്നത്. അതിൻ്റെ അകത്തിലോട്ട് ഒരു ഇച്ചിരി കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ, എന്താ ടേസ്റ്റ് എന്നറിയാം. നോക്കിക്കേ. ഓരോന്നും തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.